ഒരു ഭീകരൻ നിൽക്കുന്നുണ്ട്, ഒരു ഭീകരൻ. സുഹൃത്തുക്കൾ, ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പോൾ ചെറിയൊരു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായിൽ പൈസ ഒന്നും ചിലവില്ലാതെ കാണാൻ പറ്റിയ നല്ല കാഴ്ചകളുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വരി. ഇത് ദുബായ് കവനേജിക്ക് പോകുന്ന റൂട്ടാണ്, അത്തോമാൻ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നതാണ്. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല, ഒക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വണ്ടിയിലൊക്കെ ഫുള്ളായിട്ട് സാധനമാണ്. ഇതാ ഭക്ഷണ സാധനങ്ങളാണ്. ഇവിടെ പാർട്ടി നടക്കാൻ പോകണമെന്ന്. അപ്പോൾ അതിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഓടുന്നത് ഇതിവിടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ കാഴ്ചകൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് പിന്നെ മിസറിലുള്ള സുലൈമാൻ അൽ സൗദി ഫാമിലാണ്. അപ്പോൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വന്നതാണ് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകളുണ്ട്, കാണിച്ചുതരാം. ചലോ ആജോ അന്തർ. ഇവിടെ ഇങ്ങനെ കയറി വരുന്നിടത്ത് തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ കാര്യം നിസ്കരിക്കാൻ പറ്റുന്ന, അതിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. വരി, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ അവസ്ഥ കാണാൻ പറ്റുമോ? മാനാണ്, പുള്ളിമാനാണ് ഇവിടെ കാണുന്നത്. കയ്യെത്തും ദൂരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനോഹരമായിട്ട് കാണുകയും ചെയ്യാം. പൈസ കൊടുത്ത് വാങ്ങാനും കിട്ടും, ഇതിൻ്റെ ഇറച്ചി വാങ്ങാനും കിട്ടും. നല്ല രസം. देखो वो मेल है फीमेल है, ये तो पूरा फीमेल है, वो मेल है, वो जो इसके अंदर है ना वो फीमेल है. और थोड़ा ये दिखाओ. ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്, ആട് രൂപത്തിലൊരു സംഭവം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല രസമാണ്, വലിയ കൊമ്പും കാര്യങ്ങളൊക്കെയാണ്. കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇതൊക്കെ മരുഭൂമിയിലൊക്കെ കാണാം. ഇപ്പം നമ്മൾ പിന്നെ ആഫ്രിക്കയിലെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ കാണാൻ പറ്റും ഇറ്റുങ്ങളൊക്കെ. ഇറ്റിന് പേരറിയില്ല കേട്ടോ, പേരറിഞ്ഞവരൊക്കെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ പല കാഴ്ചകളുണ്ട് ഇവിടെ. നാട്ടിലെ ആട്ടിൻകുട്ടിക്ക് നോക്കി വരില്ലേ, ഇവിടെ വളർത്തുകയാണ്. ഇവിടെ വരുന്നവർക്ക് കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ, ഇന്നെന്തോ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. അതിന് നല്ല വിശാലമായ ഓപ്പൺ ഏരിയയാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. इसका नाम मालूम है आपको? क्या यार, सेम देखो इतना बड़ा बड़ा है. हाँ, वो दोनों सेम है ना? हाँ वो सेम है, लेकिन ये मेल है फीमेल है लगता है, ऐसा कुछ है. इतना नज़दीक में पहले बार देखता है. ये उस दिन नहीं था ना दोनों? हाँ ये नहीं था, वो भी नहीं था ना? वो भी नहीं. वो जिराफ है क्या ना? क्या चाहिए यार, जिराफ नहीं. चलो उधर जाके देखेगा क्या है. ये कितना വലിയൊരു ഒട്ടക പക്ഷി. उठोगे भयंकर हाइट आटा है. कितना 5 फीट होगा ना, 5 के ऊपर. कितना गोश है, 50 किलो के ऊपर है शायद. ഇതാ ഇവിടെ ഒന്നായിട്ട് ഫാമിലി അടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കോഴികളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു മിസിരി ഐറ്റം കോഴിയാണ്. മിസിരി, ഇതിന് പേര് ഞാൻ മറന്നു. ഇത് അടുത്തുനിന്ന് കാണാം, കാണുന്നുണ്ടോ? അയ്യോ ये क्या है, इसका नाम मालूम है आपको? इधर लिखा है. किधर लिखा है? ये क्या लिखा है? ये मैं पहले बार देखता है यार इसको. हम भी पहले बार देखते. हाँ, दूर से देखकर सोचा ऊँट का बच्चा है. ഇതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഇത് സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു മൃഗമാണിത്. സൗത്ത് ദബിദാത്ത് എന്തോ പേരാണ് ഇതിൻ്റെ. എന്താ ഭക്ഷണം ഇല്ലായിട്ടാണ് കമ്പിയൊക്കെ കൊത്തുന്നത്? എന്താ എൻ്റെ വിചാരം? ഇവിടെ ഇതാ അയവ ഒരു കൊമ്പുള്ളൊരു മാൻകുട്ടി ഇത് വരുന്നുണ്ടോ? इतना नज़दीक में पहले बार देखता है यार. पकड़ सकते हैं?
ആ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ ഒരു मारेगा यार ये कांडा से मार देगा तो साला ये देखो ഒട്ടകം കണ്ടില്ല ഒട്ടകം ഇവിടെ ദാ ഒരു ഭാഗത്ത് കുറേ ചെമ്മരിയാടുകളുണ്ട് ये लोग खाना नहीं मिला लगता है मजबूत है लेकिन अभी इसका टाइम हो गया लगता है इसलिए नज़दीक आ रहा है देखो ഓ ഒരു ഭീകരൻ നിൽക്കുന്നുണ്ട് ഒരു ഭീകരൻ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ഇവനെ ഓ മൈ ഗോഡ് നാടൻ കോഴികൾ സെക്ഷനാണിത് കുറേ അപ്പുറത്തൊക്കെ ഉണ്ട് ഇതാ ये हिरन नहीं है छोटा दूसरा मॉडल है देखो कितना स्पीड में भाग रहा है साला ये अगर सकता है तो इसमें से निकल भी जाएगा हाँ वही है ना उड़ सकता है इसके जाली को ये बाउंड्री के ऊपर ही जाएगा ये जाएगा हाँ ഇവിടെ ദാ അറബിക് ആടുകൾ ഒരുപാടെണ്ണം ഉണ്ട് കണ്ടൊക്കെ നേരൊന്ന് നിൽക്കണം ഒരുപാടുണ്ട് ഇവർക്ക് തീറ്റിട്ട് കൊടുക്കുന്ന ഇത് കണ്ടങ്ങൾ ഒരു ടാങ്കാണ് അതിൽ ഫുൾ മേലെ നെറ്റ് രണ്ട് സൈഡിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവർക്ക് ഒരു പ്രശ്നമില്ലാതെ ക്യൂ ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരുപാട് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ അപ്പുറത്ത് ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യലാണേ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ രാത്രി ഇവിടെ ഭയങ്കര കാഴ്ച രാത്രി കാഴ്ചകൾ നമ്മൾ കാണാം കേട്ടോ ഇനി രാത്രി കാഴ്ചകൾ കാണിച്ചത് ഇൻഷാ അല്ലാ അപ്പുറത്ത് ऊँट है ना उधर जगह में ऊँट भी है ना नहीं उस तरफ ऊँट है उधर उधर आगे नो रेसिंग है ना ऊँट रेसिंग दिन तू नहीं देखा काटेगा ऊपर ऊपर दिखाओ हाथ हाथ ऊपर दिखाओ हाँ देखो वो लोग खाना ढूंढ रहे हैं यार खाना ढूंढ रहे हैं चलो आ जाओ ഇത് ഭക്ഷണം കൊടുത്തിരിക്കുന്ന സിസ്റ്റം കണ്ടത് ആർക്കും ഒരു ശല്യമില്ല അതിനടുത്ത് കഴിച്ചാൽ മതി നെറ്റാണ് രണ്ട് സൈഡും കഴിക്കാം ഇതിൻ്റെ കൊമ്പ് കണ്ട എന്താ രസം കാണാൻ ഇത് ആഫ്രിക്കയിൽ കാണുന്ന ഒരു തരം ഇതിന് പേരറിയില്ല ഒരു ആടിൻ്റെ വർഗ്ഗമാണിത് സംഭവം कितना लंबा है देखो यार അതിന്റെ കൊമ്പ് കണ്ടില്ല നല്ല നീളമുണ്ട് കാണാനും നല്ല രസമുണ്ട് हाँ वो भी है वो सुंदर है देखने में थोड़ा साफ है ഭക്ഷണം കൊടുത്തിക്കണ കണ്ടില്ല നിങ്ങൾ ഒരു നെറ്റാണ് ഇതിൽ അടിയിലും ഇട്ട് കൊടുക്കും ഭക്ഷണം മേലെ ഇട്ട് കൊടുക്കണ്ടില്ലേ ഇന്നിവിടെ പാർട്ടി നടക്കുന്നുണ്ട് ഏതോ ഇവിടുത്തെ ലോക്കൽസിൻ്റെ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ അങ്ങനെ സജ്ജീകരണങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ये दोनों है इधर दोनों लोग ऐसा पीछे चिपक के खड़ा रहो तुम्हारा मारो तुम उसका मारो इसका भी सींग अच्छा है इसका नहीं है तलवार के जैसा ही देखो है ना इस्तेमाल कर सकते हैं तलवार के जैसा लेवल है इसका सींग बहुत महंगा है भाई महंगा है ना किधर मिलेगा नहीं बहुत महंगा है बनाते हैं ना वो लोग കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടാ ഒക്കെ പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു വലിയൊരു ഷെയ്ക്കാണ് മൂപ്പര് റെഡിയാക്കിയതാണ് മൂപ്പര് പ്രൈവറ്റാണിത് ഓക്കെ സുലൈമാൻ അൽ സുവൈദി എന്ന മൂപ്പര് പേര് ഇൻഷാ അല്ലാ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇത് നമ്മളെ സുഹൃത്ത് അബ്ദുള്ള ഭായ് ഫ്രം യു പി ഫ്രം ലക്നൗവിൽ അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച ജോലി ചെയ്യണത് അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസെറ്റ് നമ്മൾ വരും ഇതുപോലെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ഇൻഷാ അല്ലാ അപ്പോൾ ഓക്കെ പറഞ്ഞ മാതിരി ജായക ചലോ